എന്ത് വലിപ്പ വെച്ചത്? ഒരു മസാലയും ഇല്ലെങ്കിൽ എന്തൊരു രുചിയല്ല അമ്മായി. മാളു, നീ പോയിട്ട് കത്രികയും കത്തിയും എടുത്തോണ്ടാ. എന്റെ കത്തി എടുക്കണേ മക്കളെ. എന്തോ മക്കളത് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇതൊക്കെ ശരി വെട്ടിയായിരുന്നു ശരിയാക്കാം. മക്കളെ ഒരു കത്തി ഇങ്ങട്. എന്റെ അമ്മ എന്തോ ഉണ്ടല്ലേ. മാളു, ഒരു കാര്യം ചെയ്യാം. ഓരോ ഞണ്ടെടുക്കുമ്പോഴും നീ വെള്ളം ഒഴിച്ച് തന്നാൽ മതി, ഞാൻ കഴുകാം. ഇതിനകത്തിട്ട് കഴുകാൻ പാടാം. കഴുകും. കുളിപ്പിക്കണം അത്. ഓർമ്മയുണ്ടോ നിനക്ക് ഞാൻ ഞണ്ട് വെട്ടണം എങ്ങനെയാണ് പഠിപ്പിച്ചെന്ന്? ഞാൻ ഓർമ്മിച്ചിട്ട് ഉണ്ടാവണ്ടെന്നത് ചെയ്യാതിരിക്കാൻ പഠിച്ചിട്ടല്ലേ? ഇതൊന്നും നമുക്ക് വേണ്ട. അപ്പൊ അന്ന് ഇത്രയും കളഞ്ഞതോ? അത്രയും കളഞ്ഞോ? കാല് ഞാൻ കളയില്ലല്ലോ. അന്ന് നമ്മൾ പഠിച്ച് കടൽ ഞണ്ട. അത് എളുപ്പമായിരുന്നു നന്നാക്കാൻ. ഇത് ഇത്തിരി ഭയങ്കര കട്ടിയല്ലേ ഇതിന്. ജീവനില്ലല്ലോ, എന്തിനാ നീ പേടിക്കണേ? ബാക്കിയെല്ലാം മീൻ്റെ കണ്ണെടുക്കുമല്ലോ. നമ്മുടെ മീൻ്റെ ചെകിളപ്പൂ പോലത്തെ ഒരു സാധനം. മീന് ചെകിളപ്പൂ, ഇത് നീപ്പൂ. കഴുകു. എന്ത് വലിപ്പ വെച്ചത്? നീ തൊടുമ്പോ കരയണ എന്തിനാ? ഇനി ഇതൊന്നും ചെയ്തില്ലല്ലോ നിന്നെ. ഞാൻ തുറന്ന ഫുള്ള് ഈ ഉള്ളിലൊക്കെയാണ് എന്റെ കൈ പോയി. ഈ കൈ ഇറുകി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇറുകി കഴിഞ്ഞാൽ കൈ അറ്റുപോകും. അത്രയും മുറിച്ചുണ്ട്. പിന്നല്ലേ, കൈ വെക്കുമ്പോ തന്നെ നീ അയ്യോ അയ്യോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ ഇടയിൽ എങ്ങാനും കൈ പോയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. വെള്ളം ഒഴിക്കും. എന്നാ ബാക്കി വെള്ളം ഇതിനകത്ത് ഒഴിക്കും. കുറേ ശക്തി. ഇങ്ങനെ തന്നേക്ക് ചേച്ചിക്ക് സ്പീഡില്ല ഞാൻ ചെയ്യാം. എന്ത് ഒതുക്കി എന്തോ ഒന്നുകൂടെ പറഞ്ഞേ. ചേച്ചിക്ക് സ്പീഡുണ്ട്, ഞാൻ കയ്യിൽ വെച്ചേക്കാണ്. ഓ അങ്ങനെ. ഞാൻ കേട്ടതേ ചേച്ചിക്ക് സ്പീഡ് ഇല്ലാന്നാ ഞാൻ കേട്ടത്.
ചേച്ചിക്ക് സ്പീഡില്ല ഇങ്ങ് കൊണ്ടാ ഞാൻ ചെയ്യാ. അങ്ങനെ ഞാൻ കേട്ടത് കേട്ടോ. ഭയങ്കര മടിയല്ലേ? ആർക്കും നിനക്കല്ലേ? നിന്റെ ക്ലാസ്സിൽ പുതിയ പിള്ളേരൊന്നും വന്നില്ലേ? പഴയ പിള്ളേരല്ലേ? എല്ലാം പഴയ മുഖങ്ങൾ. ഇത് നിനക്ക് ഇഷ്ടമുള്ള വെളുത്തുള്ളിയാ വലുത്. നമുക്കേ വേഗം അതങ്ങ് അടുപ്പത്താക്കിയിട്ടേ, വലിയ പണിയില്ലല്ലോ, അത് വേറെ സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. വേണ്ട ബാ, ഇപ്പൊ കഴിക്കുമ്പോഴല്ലേ? അടുപ്പ് കത്തിച്ച് അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം കഴിക്കും. ഇതും കൂടി എടുത്തു. അമ്മായി ഓ കഴിഞ്ഞാ? ആ കൊണ്ടുവരട്ടെ ആളെ. ആ ആളൊന്ന് അങ്ങോട്ട് മാറിയേ. ഓരോന്ന് എടുത്തിട്ടോ മാളു. നീ പോയി ആ കട്ടിംഗ് പാഡ് എടുത്തുണ്ടോന്ന്. അമ്മായി ഇത് എടുത്തിട്ടോ അമ്മായി. ചോപ്പൊന്നും ചെയ്യണ്ടേന്ന്? ചോപ്പ് ചെയ്യണ്ട. വെള്ളത്തിന്റെ ഉപ്പൊന്ന് നോക്കിയേക്കണേ അമ്മായി. നീ ആ ഇടിയെല്ലാം എടുത്തോണ്ട് വരുമോ? ഇതായിരിക്കണം. മാളു, ഞാൻ ആ കുരുമുളക് എടുത്തു വെച്ചിട്ടുണ്ട്, അത് എടുത്തോണ്ട് ചതച്ചേ. വേണോ? കുറച്ചുകൂടെ വേണോ? ഒരുപാട് വേണ്ട കേട്ടാ മാളു. ആ മതിയാ? ആയിട്ടോ, ഒന്നാത്തിട്ടോ. ഞാൻ കൈ കഴുകട്ടെ. കാറ്റ് കേട്ടോ. ഒരു വലിയ വിറക് വെച്ച് തരാം അമ്മയെ, എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ടേ അത് ഇരുന്നൊന്ന് പാതി വേവാവട്ടെ അല്ലേ, എന്നിട്ട് ഞണ്ടിടാം. അത് തന്നെ. അയ്യോ, ഒരു വലിയ വിറക് വെച്ച് തരാം അമ്മയെ, എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ടേ അതിരുന്ന് വേവട്ടെ ആദ്യം. നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. മേഘം കൊണ്ടോ? അമ്മായിക്കറിയോ? ഇതെന്റെ ഫേവറേറ്റ് ഐറ്റം. മൈസൂർ പാവ്, നെയ് മൈസൂർ പാവ് അല്ലേ, ഗീ. ഇത് കഴിച്ച് കിറി കിടന്നുറങ്ങിപ്പോവും. മധുരം ഒരുപാട് കഴിച്ച് കഴിഞ്ഞാൽ ഉറക്കം വരും ഇല്ലേ അമ്മായി? നല്ല ടേസ്റ്റ്. എന്തായാലും മാളു നേരത്തെ സ്വീറ്റ് ഏറ്റവും ടേസ്റ്റ് ഇതല്ലേ? അല്ല, വേറെ ഒന്നും ഉണ്ടായിരുന്നല്ലോ, ഗുലാബ് ജാമ്, പിന്നെന്തായിരുന്നു? പേര് പറഞ്ഞേ, പുഞ്ചിരി. പിന്നെ ഒരു റോസാപ്പൂ ഒക്കെ അതെല്ലാം വെച്ചിട്ട് അത് നല്ലായിരുന്നു. ചോക്ലേറ്റ് ഉള്ളിൽ വെച്ചിട്ടുള്ളത്, ജെംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ജെല്ലി മുട്ടായി നല്ലായിരുന്നു, ഒരു പച്ച കളറിലെ. ഇഷ്ടപ്പെട്ടു. ജെല്ലി ഇഷ്ടപ്പെട്ടു. അകത്തുള്ളത് പാൽഗോവ പോലെ ഇരിക്കും. അന്ന് അമ്മായി വന്നില്ലായിരുന്നു. പാൽഗോവ പോലെ ഇരിക്കും അകത്ത്, പുറമെ ഒരു ജെല്ലി മുട്ടായി വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തൊരു സാധനം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ജെല്ലി എപ്പോഴും ചേച്ചി തന്ന. ഓ, മത്ത് പിടിച്ചു. അപ്പൊ മത്ത് പിടിക്കും. ഒരെണ്ണം കൂടെ പോവില്ല. എങ്കിലും മത്ത് പിടിച്ചു. നമുക്ക് ആ കാച്ചിലൊന്ന് പകുതി വേവായിട്ടിന് ഞണ്ടിടാം. ഞണ്ട് ഒരുപാട് വേവില്ലല്ലോ, പെട്ടെന്നാവൂലേ.
മതി ഇറങ്ങിപ്പോന്നു. നേരത്തെ മധുരം മക്കൾ കഴിക്കുമായിരുന്നല്ല. നല്ലോണം കഴിക്കുമായിരുന്നു. നീ എന്തെങ്ങനെ ഇരിക്കണേ? മാളിന് അധികം ഇഷ്ടമല്ല അല്ലേ? അതങ്ങ് മേടിച്ച് വെച്ചേക്കാം അല്ലേ? ഞാൻ ഞണ്ടും ആ കാച്ചിലൊക്കെ കൂടി കഴിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. ഉറക്കം തന്നെ അമ്മായി. ഒരു തൊട്ടിൽ ഇട്ടിട്ടാ? വേണ്ട, തൊട്ടിൽ വേണ്ട. അല്ലാണ്ട് വെറുതെ എവിടെയെങ്കിലും എന്നെ കൊണ്ടിട്ടാ മതി, ഞാൻ ഇപ്പൊ ഉറങ്ങി പോകും. കട്ടില് 4 ചരണ്ട് കേട്ടോ അന്ന് കിളിക്ക് വെള്ളം വെച്ചത്. എനിക്ക് തൊട്ടിൽ ഇവള് തന്നെ ആ എന്താണ് നെറ്റിൽ കിടന്ന് ഇവള് കിടന്ന് ആടും. പക്ഷെ എനിക്ക് അതിൽ ആടി കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റൂല. എനിക്കപ്പോൾ തല കറങ്ങണ, ഛർദ്ദിക്കാൻ മുട്ടുന്ന എന്താണെന്നറിയില്ല. ഇവള് സുഖമായിട്ട് അതിൽ കിടന്ന് ഇങ്ങനെ ആടി ആടി ഉറങ്ങണ കാണാം. എനിക്കത് പറ്റൂല. എനിക്കപ്പം തല കറങ്ങും. എനിക്ക് എവിടെയെങ്കിലും ചെന്ന് ചുരുണോ വാമായി നമ്മുടെ കാച്ചിൽ വന്നിട്ടുണ്ടാവും. ഇത് ഉറങ്ങും. ആ ഭക്ഷണം കഴിച്ചിട്ട് എനിക്കൊന്ന് ഉറങ്ങണം. വാ. ആ ഇതെടുത്ത് മാറ്റിയ പോലെ താഴെ വെച്ച്. കല്ല് കണക്കിരിക്കുന്നു. കല്ലിങ്ങനെ ഷൈനി ആയിട്ടിരിക്കുന്നു. ഇനി രണ്ടും കൂടി ആകുമ്പോഴേക്കും നമുക്ക് പോയി ചമ്മന്തി ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോഴേക്കും ഞണ്ട് പെട്ടെന്ന് വേഗം. വാ അമ്മായി. രണ്ട് 4 6 മതി അല്ലേ? 8 8 2 4 6 വേണോന്ന് പറഞ്ഞു. 6 മതി. ഞാൻ ഇടിക്കാം. ഇടിച്ചോളൂ. ഇടിച്ചോ, ഞാൻ പൊട്ടിച്ചിട്ടോളാം. ഇടിച്ചോ ഇടിച്ചോ. കൈ ഇല്ല, നീ ഇടിച്ചോ. മുളക് ഞാൻ ജന്മശത്രുക്കളാണല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട് മാളു, ഞാൻ ചതച്ച നീ ചതയ്ക്കുന്ന പോലെ ആവൂല. പവർ വേണം പവർ. നീ കളരിക്കാതിയല്ലേ. ഇത് അക്ഷയ പാത്രോ തീർന്നു മതി. ഒന്ന് ഇളക്കിത്ത. അത്രയും മതി. നമുക്കൊന്ന് തൊട്ട് തിന്നാനേ പറ്റില്ല, അത്രയും എരിവ് ഉണ്ടാവും. അത്രയും പച്ചമുളകായതുകൊണ്ട് ഇടിക്കണ്ട. ഇങ്ങനെ ഇങ്ങനെ ഉരക്കി മാവ് അരക്കണ പോലെ. ആ കറക്റ്റ്. ഇനി മുഖം മുന്നോട്ട് കൊണ്ടുപോകല്ലേ, തെറിക്കും. ഇനി വെള്ളമായി അത്. നാരങ്ങ മുറിച്ച മാളു. ആ കുരു ഇല്ലാണ്ട പിഴിഞ്ഞു വയ്ക്കട്ടാ. കുരു മാറ്റും. ഇതിൻ്റെ അകത്താ? ഇല്ല, പാത്രത്തിൽ. കുരു എടുത്തേ. ഈ ചമ്മന്തി അമ്മായി കഴിച്ചിട്ടില്ല അല്ലേ? നമ്മളെ കഴിച്ചിട്ടുള്ളൂ. അമ്മായി വന്നിട്ട് ഇത് ആദ്യമായിട്ടുണ്ടാക്കാം. മതി മതി മതി, ഒരുപാട് പുളി വേണ്ട.
ഇടുന്നില്ലേ? നാരങ്ങ കുറച്ചുകൂടെ വേണം, പിഴിഞ്ഞോ. ഉണ്ടാകും. കുറച്ചുകൂടെ പഞ്ചസാര ഉപ്പിടാം അല്ലേ? പോയതറിയത് ഇല്ല, ഉപ്പ് കുറവാണ്. തീർന്ന എടുക്കാം, കഴിക്കാം. ആഹാ, രുചി വായിൽ നിൽക്കണം അല്ലേ? ഞാൻ അതാണ് അധികം കുരുമുളക് അതിനകത്ത് ഇടാത്തത്. കാരണം ചമ്മന്തിക്ക് എരിവുണ്ടാവുമ്പോഴേ നല്ല എരിവുണ്ട്. കുരുമുളകിൻ്റെ എരിവും ഉണ്ടെങ്കിൽ ഈ ചമ്മന്തിയുടെ എരിവ് നമുക്ക് താങ്ങാൻ പറ്റില്ല. അതാണ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം കുരുമുളക് ഇട്ട്. ഇതൊന്നും എടുക്കണ്ടേ? പോണ്ട, അത് നമുക്ക് പിന്നെ വന്ന് വൃത്തിയാക്കാം. വാ. ഹേ അമ്മായി. വായി മോളെ. അമ്മായി ചേച്ചിയെ ചമ്മന്തി കഴിച്ചിട്ടുണ്ടോ? ഇല്ല മോളെ. പ്രത്യേകത ചമ്മന്തിയാ. പഞ്ചസാര ചമ്മന്തി കഴിച്ചിട്ടുണ്ടോ? പഞ്ചസാര ചമ്മന്തി ഒന്നും അല്ല കേട്ടോ. പഞ്ചസാര ഇട്ട ചമ്മന്തി. ഐ മീൻ അത് എരിവ് കുറയാൻ വേണ്ടിയായിരിക്കും. അല്ല അല്ല അല്ല, ഈ ചമ്മന്തിക്ക് പഞ്ചസാര ഇടുന്ന ചമ്മന്തിയാ. അത് അമ്മായി കഴിക്കുമ്പോൾ അറിയാൻ പറ്റും ടേസ്റ്റ്. പക്ഷെ പച്ചമുളക് ഭയങ്കര എരിവുള്ള പച്ചമുളകായി പോയി അമ്മായി. ഒന്ന് രുചി നോക്കിയുള്ളൂ, അപ്പൊ തന്നെ എരിവായി. ആയല്ല, എടുക്കാം അല്ലേ? എടുക്കാം. അത് നീ പോയി ടേബിൾ സെറ്റ് ചെയ്തോ. അമ്മായി ചെല്ലേ, പോവാ. ഞാൻ അപ്പോഴേക്കും കൊണ്ടുവരാം. എന്റെ വായുടെ അത്ര ഉണ്ട് ഈ സാധനം. പക്ഷെ ഇടിക്കാൻ എന്തെങ്കിലും കൂടെ കൊണ്ടുവരുന്നല്ലേ? അതേ ഉള്ളു. ആദ്യം വെറുതെ ഒന്ന് കഴിച്ചു നോക്കിയ ടേസ്റ്റാ. ഞണ്ടിന്റെ രുചിയൊക്കെ പിടിച്ചപ്പോ നല്ല ടേസ്റ്റ് അല്ലേ? ചമ്മന്തി ഭയങ്കര എരിവ്. നല്ല എരി. അയ്യോ, ചമ്മന്തി അധികം കൂട്ടണ്ട കേട്ടാ. ഞങ്ങൾക്ക് ചമ്മന്തി തികഞ്ഞില്ലെങ്കിലാന്ന് ഓർത്തിട്ട് ചെടുത്തോ. നമ്മളിതിലധികം എരിവിട്ടില്ലല്ലോ. ഒരു മസാലയും ഇല്ലെങ്കിൽ എന്തൊരു രുചിയല്ല അമ്മായി. നിനക്ക് കടൽ ഞണ്ടാണ് ഇഷ്ടപ്പെട്ട കായൽ ഞണ്ടാണ്? കടലുണ്ട്. അമ്മായിക്കാ കായൽ ഞണ്ട്. ഓടി പൊട്ടി. അയ്യോ, ഞാൻ കായൽ ഞണ്ടെന്നല്ലേ പറഞ്ഞേ? കടൽ ഞണ്ടെന്നാ നീ പറഞ്ഞ? ബോധം. സോറി, ഞാൻ ഉദ്ദേശിച്ചത് കായൽ ഞണ്ടെന്നാ. കായൽ ഞണ്ടാ? അത് ഫ്ലോയിൽ അങ്ങ് പറഞ്ഞങ്ങ് പോയി. അല്ല, ഇതിന്റെ രസത്തിന് മാറിപ്പോയി. ഇതുവരെ തിരിച്ചറിഞ്ഞൂടാ അമ്മായി, അതന്നെ കാര്യം. എല്ലാം പൊട്ടി. അമ്മ ഇല്ലാന്നല്ലോ ചേച്ചി ദിവസം ഞണ്ട് ബിരിയാണി വെച്ചു. പോലോ സൂപ്പറാ. രക്ഷയില്ലാത്ത എന്ത് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും അവള് കമ്പയർ ചെയ്യണത് ഞണ്ട് ബിരിയാണി വെച്ചാ. നമുക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്.